SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകം ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI ഒരു പൊതുമേഖലാ ബാങ്ക് എന്ന നിലയിലും ബാങ്കിംഗ് ഇടപാടുകളിൽ 20%-ലധികം ബാങ്കിംഗ് മാർക്കറ്റ് ഷെയർ ഉള്ള ബാങ്ക് എന്ന നിലയിലും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഇന്ത്യൻ ജനതയുടെ സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി നൽകുന്ന സംഭാവനകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എല്ലാ മേഖലകളിലുമുള്ള ഇടപാടുകാർക്ക് ബാങ്കിംഗ് സേവനം എത്തിക്കുക എന്ന ഒരു യജ്ഞം പ്രതിജ്ഞാബദ്ധമായ SBI വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുള്ള വിവിധ മേഖലയിലുള്ള ഇടപാടുകാർക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വായ്പ പദ്ധതികളാണ് വിഭാവനം ചെയ്ത് ഇന്ത്യയിലുടനീളമുള്ള ശാഖകളിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലായാലും വ്യാപാര വ്യവസായ മേഖലയിലായാലും വ്യക്തിഗത മേഖലയിലും ഏറ്റവും ചെറിയ ലോണുകൾ മുതൽ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോൺ സ്കീമുകൾ ഉണ്ട്, ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം MSME സെക്ടറിൽ കൊടുക്കുന്ന വായ്പകളെ പറ്റിയാണ്. ഈ വർഷം സാമ്പത്തിക വർഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് MSME സെക്ടറിലുള്ള വായ്പാ പദ്ധതികൾക്കാണ്. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് ബിസിനസ് വിപുലീകരിക്കുന്നതിനും അവരുടെ സ്ഥാപനങ്ങളിലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് പരിധിയില്ലാതെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, പരിധിയില്ലാതെ എന്ന് ഞാൻ പറയുമ്പോൾ എത്ര എമൗണ്ട് വന്നാലും അത് കൊടുക്കുവാനുള്ള കപ്പാസിറ്റി ഉള്ള ബാങ്ക് എന്ന നിലയിൽ ഞങ്ങൾ 50 കോടി വരെയുള്ള വായ്പകൾ ഞങ്ങളുടെ MSME ഓറിയന്റഡ് ബ്രാഞ്ചസുകൾ വഴിയും അതിനു മേലെയുള്ള ബാങ്കുകൾ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളുടെ തന്നെ കോർപ്പറേറ്റ് ക്ലയൻസ് ഗ്രൂപ്പ് എന്ന വെർട്ടിക്കലിന്റെ കീഴിൽ കേരളത്തിൽ നമുക്കുള്ളത് 2 കൊമേഴ്സ്യൽ ബ്രാഞ്ചുകളാണ്. എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള കൊമേഴ്സ്യൽ ബ്രാഞ്ചുകൾ വഴിയും 50 കോടിക്ക് മേലെയുള്ള വായ്പകൾ ഞങ്ങൾ നൽകി വരുന്നത്. MSME സെക്ടറിൽ കൂടുതൽ വായ്പകൾ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നത് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ കീഴിലും, ഞങ്ങൾക്ക് കേരളത്തിലുള്ളത് 6 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളാണ്. ഈ 6 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ കീഴിലും ചുരുങ്ങിയത് 6 ബ്രാഞ്ചുകൾ MSME സെക്ടറിനുള്ള എക്സ്ക്ലൂസീവ് വായ്പകൾക്ക് വേണ്ടി, എക്സ്ക്ലൂസീവായിട്ട് MSME സെക്ടറിനുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രമായി പുതിയതായിട്ടുള്ള ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുകയോ നിലവിലുള്ള ബാങ്കുകൾ പുനഃക്രമീകരണം ചെയ്ത് MSME സർവീസുകൾക്ക് മാത്രമായി ഞങ്ങൾ പ്രവർത്തിപ്പിക്കുകയാണ്. അതിൽ തന്നെ ഈ പുനഃക്രമീകരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബ്രാഞ്ചുകൾ MSME ഓറിയന്റഡ് ആയിട്ടുള്ള ഇപ്പോഴുള്ള ബ്രാഞ്ചുകളിൽ പലതരത്തിലുള്ള മറ്റു സെക്ടറിലുള്ള വ്യക്തിഗത വായ്പകളോ അഗ്രികൾച്ചർ വായ്പകളോ എല്ലാം ഉണ്ട്. ഈ വായ്പകളെല്ലാം തൊട്ടടുത്ത ബ്രാഞ്ചുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ ബ്രാഞ്ചുകൾ MSME എക്സ്ക്ലൂസീവ് സർവീസസിന് വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ സെറ്റപ്പ് ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ബ്രാഞ്ചുകളിൽ ഏറ്റവും കുറഞ്ഞത് 3 റിലേഷൻഷിപ്പ് മാനേജേഴ്സ് അവരെ കാര്യമായ പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ SME സെക്ടറിൽ എങ്ങനെ ഫൈനാൻസ് ചെയ്യണം, എന്തൊക്കെയാണ് SME സെക്ടറിന്റെ സ്കീമുകൾ എന്നുള്ളതെല്ലാം എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും നൽകിയതിനു ശേഷമാണ് മിനിമം 3 റിലേഷൻഷിപ്പ് മാനേജറെ എങ്കിലും ഓരോ ബ്രാഞ്ചുകളിലും ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്നത് ചീഫ് മാനേജർ ലെവലിലുള്ള ഓഫീസേഴ്സാണ്. ഇത് കൂടാതെ ഈ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് കീഴിലുള്ള MSME ലോണുകളെ അതിൻ്റെ ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ പുതിയതായി ഒരു റീജിയണൽ ബാങ്ക് ബിസിനസ് ഓഫീസ്, ഒരു സെപ്പറേറ്റ് RBO, AGM കൺട്രോൾ ചെയ്യുന്ന, AGM ഹെഡ് ചെയ്യുന്ന ഒരു റീജിയണൽ ഓഫീസുകളും ഞങ്ങളുടെ 6 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിലും ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം അത് പൂർണ്ണ രീതിയിൽ അതിന്റെ ഫങ്ഷനിങ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് SME ഇന്റൻസീവ് ആയിട്ടുള്ള ഓൾറെഡി SME ലോണുകൾ കൂടുതലുള്ള ബ്രാഞ്ചുകൾ, ഓൾറെഡി AGMs ഹെഡ് ചെയ്യുന്ന അസിസ്റ്റന്റ് ജനറൽ മാനേജേഴ്സിന്റെ ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്ന
ബ്രാഞ്ചുകൾ അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തുകയും അത് DGMസിന്റെ കൺട്രോളിലാക്കിക്കൊണ്ട് അതിലൂടെയും എല്ലാവിധ MSME സെക്ടറിനുള്ള ലോണുകളും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ 50 ലക്ഷം വരെയുള്ള ലോണുകൾ പ്രോസസ്സ് ചെയ്യുന്നതും ഡോക്യുമെന്റേഷനും മെയിൻ്റനൻസും എല്ലാം ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ട് SME ക്രെഡിറ്റ് സെൽ എന്ന പേരിൽ നമ്മളുടെ പ്രധാനപ്പെട്ട സെന്ററുകളിലെല്ലാം പ്രവർത്തിച്ചു വരുന്നു. ബ്രാഞ്ചുകളിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് SME സെന്ററുകളിൽ സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെല്ലിൽ അത് പ്രോസസ്സ് ചെയ്ത് അവരാണ് അത് എൻഡ് ടു കസ്റ്റമർ വരെ എത്തിക്കുന്നതും അതിനുശേഷവും പോസ്റ്റ് സാങ്ഷൻ ഫോർമാലിറ്റീസായ എല്ലാവിധ ഇൻസ്പെക്ഷൻസും എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നതും SME ക്രെഡിറ്റ് സെല്ലുകളാണ്. അവരുടെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമതായി ഞാനൊരു കാര്യം പറയുന്നത്, നോർമൽ രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പൊതുവെ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ ജനങ്ങളിലേക്ക് എത്തുക അതേ രീതിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ്. അത് സാധാരണയായി സംഭവിക്കുന്നത് ബാങ്കുകളുടെ എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ രീതിയിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ലെൻഡിങ് എന്ന ലെൻഡിങ് റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബേസ് റേറ്റ് ആയിട്ടോ ലിങ്ക് ചെയ്തിട്ടുള്ള ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ റീസെറ്റ് നോർമലി ആഫ്റ്റർ 1 ഇയർ ഓർ ഫ്രം ദി ഓർ അറ്റ് ദ ടൈം ഓഫ് നെക്സ്റ്റ് റിന്യൂവൽ വിച്ച് ആർ ഈസ് ഏർലിയർ എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ റിപ്പോ റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളുടെ കസ്റ്റമറിലേക്ക് അത് എത്തുവാൻ താമസമെടുക്കും. ഇത് മറികടന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-ാം തീയതി മുതൽ ഞങ്ങൾ നൽകുന്ന MSME സെക്ടറിനുള്ള എല്ലാ ലോണുകളുടെയും ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് റേറ്റ് ആയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. EBLR എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, റിപ്പോ റേറ്റ് കാലാകാലങ്ങളിൽ റിസർവ് ബാങ്ക് പ്രഖ്യാപിക്കുന്ന റിപ്പോ റേറ്റിന്റെ കൂടെ ബാങ്കുകളുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ EBLR. ഈ EBLRന്റെ റീസെറ്റ് എന്ന് പറയുന്നത് എല്ലാ ക്വാർട്ടർലി ആണ്. കലണ്ടർ ക്വാർട്ടറിന്റെ ബിഗിനിങ് 1 ഏപ്രിൽ, 1 ജൂലൈ, 1 ഒക്ടോബർ, 1 ജാനുവരി ഈ ദിവസങ്ങളിൽ അതിനു മുമ്പുള്ള RBI റേറ്റുമായി ബന്ധപ്പെടുത്തി EBLR ഫിക്സ് ചെയ്യുകയും ആ റേറ്റ് ആണ് നിലവിലുള്ള കസ്റ്റമേഴ്സിനും പുതിയതായി വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പലിശ നിരക്കാണ് ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അതിൻ്റെ വായ്പ എടുക്കുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. വേറെ അടുത്ത ഒരു EBLR പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകളെ പറ്റി, ഞങ്ങളുടെ MSME സെക്ടറിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ www.sbi.co.in ലഭ്യമാണ്. അതുകൂടാതെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിൽ ചെന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. SME ഓറിയന്റഡ് ബ്രാഞ്ചുകളിൽ മാത്രം പോകണമെന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും അവർ വ്യക്തമായി നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് പോകേണ്ടത്, ഏത് ബ്രാഞ്ചിലാണ് പോകേണ്ടത് എന്ന് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കൊളാട്രൽ ഫ്രീ ലോൺസ്, നമ്മളുടെ ലോണുകളുടെ ജനറലായിട്ട് ഞാൻ പറയാം, നമുക്ക് നേരത്തെ MSME ഒഫീഷ്യൽസ് പറഞ്ഞ പോലെ എല്ലാ കൊളാട്രൽ സെക്ടർ ലോണുകളും 10 ലക്ഷം വരെയുള്ള MSME സെക്ടറിലുള്ള ലോണുകൾക്ക് ഞങ്ങൾ യാതൊരുവിധ ഈടോ സെക്യൂരിറ്റിയോ വാങ്ങുന്നില്ല. അത് തന്നെ 10 മുതൽ 15 ലക്ഷം വരെയുള്ള ലോണുകൾക്ക് സാങ്ഷൻ അതോറിറ്റിയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊളാട്രൽ സെക്യൂരിറ്റി വേവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത് കൂടാതെ നേരെ MSME ഒഫീഷ്യൽസ് പറഞ്ഞതുപോലെ CGTMSE സ്കീമിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റിന്റെ ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ 1 കോടി രൂപ വരെയുള്ള റീറ്റെയിൽ ട്രേഡിനും മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടറിലുള്ള 2 കോടി വരെയുള്ള ലോണുകൾക്കും ഒരു ചെറിയ ഗ്യാരണ്ടി ഫീ, നമ്മൾ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റിന് കൊടുക്കേണ്ട ഗ്യാരണ്ടി ഫീ കസ്റ്റമറിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ട് യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ലാതെയും നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീമാണ് അസറ്റ് ബാക്ക്ഡ് ലോൺ. സെക്യൂരിറ്റി നൽകുവാൻ കഴിയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്.
ഈ ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ലോൺ കിട്ടണം, നമുക്ക് ഫിനാൻഷ്യൽസ് ഒരുപാട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അസറ്റ് ബാക്ക്ഡ് ലോൺ ഒരു പരിധി വരെ നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. ഞങ്ങളുടെ ഈ ലോൺ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് കൊളാട്രൽ സെക്യൂരിറ്റി തന്നാൽ അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് വരെ ഓഫ്കോഴ്സ് നമ്മളുടെ ആക്ടിവിറ്റി ലെവലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിന് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും അത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഡ്രോപ്പ് ലൈൻ ഓഡി ആയിട്ടാണ്. ഡ്രോപ്പ് ലൈൻ ഓഡി എന്ന് വെച്ചാൽ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി വിത്ത് മന്ത്ലി റിഡക്ഷൻ ഓഫ് ദി ഇൻസ്റ്റാൾമെന്റ്, അതാണ് വരുന്നത്. ഈ ഡ്രോപ്പ് ലൈൻ ഓഡി നമ്മൾ കൊടുക്കുന്നത് സാധാരണ ഈ ക്യാഷ് ഫ്ലോ മാച്ച് ചെയ്യുന്ന രീതിയിൽ 12 മാസം മുതൽ 240 മാസം വരെയുള്ള ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് കൊടുക്കുന്നത്. ഒരു റണ്ണിങ് അക്കൗണ്ടിൽ നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയോ ഈ അസറ്റ് ബാക്ക്ഡ് ലോൺ ഉപയോഗിക്കാവുന്നതാണ്. ഒരു മന്ത്ലി കൊടുക്കുന്ന സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ്, സാധാരണ വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ അതിൻ്റെ ഡ്രോയിങ്സ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് അതിനകത്തുള്ള സ്റ്റോക്കിൻ്റെയും റിസീവബിൾസിൻ്റെയും വാല്യൂവിൻ്റെ കണക്കാക്കിയിട്ടാണ്. അതിൽ നിന്നും ഒരു നിശ്ചിത മാർജിൻ കുറച്ചിട്ടുള്ളതാണ് നമ്മൾ ഡ്രോയിങ് പവർ ഫിക്സ് ചെയ്യുക. പക്ഷേ ഈ ഡ്രോപ്പ് ലൈൻ ഓഡിയിൽ നമ്മൾ ഓൾറെഡി ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള രീതിയിലാണ് മന്ത്ലി നമ്മുടെ ലോൺ എമൗണ്ട് DP കുറഞ്ഞു വരും. ആ വിത്തിൻ്റെ DP നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി ഓഡി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മന്ത്ലി സർട്ടിഫിക്കറ്റ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല എങ്കിലും ഇതിനകത്ത് പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വാർട്ടർലി നമ്മൾ ഒരു ക്വാർട്ടർലി ഓപ്പറേഷണൽ ഡാറ്റ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് ഈ ABL നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് കവർ ചെയ്യുന്നതിനുള്ള കറന്റ് അസറ്റ് ഉണ്ടായിരിക്കണം. ഇത് മാത്രമാണ് അതിനകത്തുള്ള. ആനുവൽ റിന്യൂവൽ ഇല്ല, റിവ്യൂ മാത്രമേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ് ആയിട്ടുള്ള റിവ്യൂ ഉള്ളൂ. അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് SME ഗോൾഡ് ലോൺ സ്കീമാണ്. അത് റീസെന്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ്. സ്വർണ്ണപ്പണയം ഈടായിട്ട് കൊടുക്കാൻ കഴിവുള്ള സംരംഭരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫോർമാലിറ്റികളൊന്നുമില്ലാതെ, എന്നാൽ അവരുടെ ഒരു ബാലൻസ് ഷീറ്റോ ഒന്നും ആവശ്യമില്ല, അവരുടെ ഒരു ചെറിയ ഡിക്ലറേഷൻ മാത്രം ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കാണ് എന്നുള്ള ഒരു ഡിക്ലറേഷന്റെ കെയർ ഓഫിൽ അവർക്ക് 12 മാസത്തേക്കുള്ള എയ്തർ OD ആയിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ലോൺ എയ്തർ ബുള്ളറ്റ് പേയ്മെന്റ് ഓർ വിത്ത് റീപേയ്മെന്റ് ഷെഡ്യൂൾ ഫോർ എ പീരീഡ് ഓഫ് 12 months നമ്മൾ കൊടുക്കുന്നുണ്ട്. SME ഗോൾഡ് ലോൺ അങ്ങനെ അവൈൽ ചെയ്ത് ഒരു നല്ല റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യോനോ ക്യാഷ് ആപ്പ് ഓൾറെഡി ഒരുവിധം ജനങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞു. ഈ യോനോ ക്യാഷ് ആപ്പ് വഴിയും കോർപ്പറേറ്റ് ഇന്റർനെറ്റ് ബാങ്കിങ് വഴി, റീറ്റെയിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയെല്ലാം പ്രീ അപ്രൂവ്ഡ് ലോണുകൾ, പേഴ്സണൽ ലോണുകൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് പ്രീ അപ്രൂവ്ഡ് ബിസിനസ് ലോണും കൊടുക്കുന്നുണ്ട്. ഇത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടിൻ്റെ മന്ത്ലി ലാസ്റ്റ് 12 months ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം COVID-19 ഇമ്പാക്റ്റ് വന്നപ്പോൾ എല്ലാ യൂണിറ്റുകളും എല്ലാ സംരംഭങ്ങൾക്കും അതൊരു വലിയ തിരിച്ചടിയായി വന്നു. ഈ സന്ദർഭത്തിൽ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്ന മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് തന്നെ ഞങ്ങളൊരു സ്കീം കൊണ്ടുവന്നു. കോമൺ കോവിഡ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ 10% ഓഫ് ദി ഫണ്ട് ബേസ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് ഞങ്ങൾ ഇതിൽ സാങ്ഷനായി കൊടുക്കുകയും 24 months കാലയളവിലേക്കുള്ള 6 മാസത്തെ മൊറട്ടോറിയവും 18 മന്ത്ലി ഇൻസ്റ്റാൾമെന്റുകളുമായിട്ട് 24 മാസത്തെ കാലാവധിയിൽ ഡിമാൻഡ് ലോൺ ആയിട്ടാണ് കൊടുത്തത്. അതും ഞങ്ങൾ കൊടുത്തത് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലാണ്. MCLR ആയിരുന്നു അന്നത്തേത്, 1 year MCLR. ഇപ്പോൾ അത് 7% ആണ്. ആ റേറ്റിലാണ് നമ്മളത് കോമൺ കോവിഡ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ എന്നുള്ള പേരിൽ നമ്മൾ എല്ലാ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും കൊടുത്തു. അതുപോലെ തന്നെ RBIയുടെ സ്കീമായിട്ടുള്ള RBI ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ലിബറലൈസ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെന്റ് നമ്മൾ 5 കോടി വരെയുള്ള ലോണുകൾക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾക്ക് നോർമൽ രീതിയിൽ
പ്രൊജക്റ്റഡ് ആനുവൽ ടേൺ ഓവറിന്റെ 25% അല്ലെങ്കിൽ 20% കൊടുത്തിരുന്ന ലോണുകൾ നമ്മൾ 33% വരെ ലോൺ സാങ്ഷൻ ചെയ്യുകയും 10% മാർജിൻ, ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാർജിൻ കുറച്ച് 10% മാർജിൻ ഓൺ സ്റ്റോക്കും റിസീവബിൾസിന് 15%, അതുപോലെ തന്നെ കവർ പീരിയഡ്, ഈ കോവിഡ് പീരിയഡിൽ റിസീവബിൾസിനെ റിയലൈസ് ചെയ്യാൻ സമയമെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിസീവബിൾസ് പീരിയഡിന്റെ കൂടെ എക്സ്ട്രാ 90 days കൂടി ആഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ലിബറലൈസ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെന്റ് ഞങ്ങളുടെ ബാങ്കിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നു. 5 കോടിക്ക് മേലെയുള്ള MSME അഡ്വാൻസുകളാണെങ്കിൽ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് വഴിയും അതിനകത്തും റിസീവബിൾസും എല്ലാ രീതിയിലും റിസീവബിൾസിനും സ്റ്റോക്കിനും എല്ലാം മാർജിൻ കുറച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. GCL ലിമിറ്റും 20% ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 29/2 അത് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കൊടുക്കുന്നു. ഹലോ, 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 ഇത് ആരാണ്? മ്യൂട്ട് ചെയ്യോ? സൈഡിൽ നിന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഹലോ, ഹലോ, ഓക്കെ. RBIയുടെ റീസ്ട്രക്ചറിംഗ് സ്കീം, MSMEകൾക്ക് വേണ്ടിയിട്ടുള്ള റീസ്ട്രക്ചറിംഗ് സ്കീം MSME ഒഫീഷ്യൽസ് സൂചിപ്പിച്ച പോലെ 31/12/2020 വരെ നിലവിൽ നിൽക്കുന്ന സ്കീമാണ്. ആ സ്കീമിലും ഞങ്ങൾ എക്സിസ്റ്റിംഗ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും ഞങ്ങൾ ഈ റീസ്ട്രക്ചറിംഗ് സ്കീം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ ഞാൻ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് ദൂരീകരിക്കാവുന്നതാണ്. ഈ ഒരു അവസരം തന്നതിന് ഇതിന്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു.